ക്രിസ്മസ് വെക്കേഷൻ ടൈം പീരീഡില് എല്ലാവരും ആഘോഷിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ നമുക്ക് വരും. സാധാരണയായിട്ട് ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് പറയണം. ആരും പേടിക്കരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം വന്ന് മരണപ്പെടുന്ന ഒരു ടൈം പീരീഡാണ് ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെയുള്ള കാലഘട്ടം എന്നാണ് പറയാം. അപ്പൊ ഞാനും ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ആളുകൾക്ക് ഹൃദയാഘാതം വരെ വരാനുള്ള കാരണം ബാക്കിയുള്ള സമയങ്ങളിൽ അവരവരുടെ ജോലിക്ക് പോവാ, കുട്ടികളാണെങ്കിൽ പഠനത്തില് ലയിച്ചിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോ വെക്കേഷൻ ആവുമ്പോഴാണ് ഇനി എക്സാമിനേഷൻ വരാൻ പോവാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത്. പേരൻസിന്, മാതാപിതാക്കൾക്ക് ഹാർട്ട് അറ്റാക്കാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ അടുത്ത് പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പരീക്ഷ ദാ ഇങ്ങെത്തി അല്ലെ. മാർച്ച് മാസം ബോർഡ് എക്സാം ആണ്. CBSE കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പെട്ടു. ഫെബ്രുവരി 15-ാം തീയതി വാലന്റൈൻസ് ദിനം കഴിഞ്ഞു. ഫെബ്രുവരി 15-ാം തീയതി ബോർഡ് എക്സാം ആയി. അപ്പൊ ഈ കാലഘട്ടത്തില് നമുക്ക് കുറച്ച് സമയമുള്ളൂ അല്ലെ. ജനുവരി എന്ന് പറയുന്ന ഒരു മാസമുണ്ട്. ഫെബ്രുവരി പകുതി ആയി കഴിഞ്ഞാൽ CBSE കുട്ടികളുടെ പരീക്ഷ. ഇനി മാർച്ച് മാസം 3-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയിട്ട് നമ്മളുടെ സ്റ്റേറ്റ് കുട്ടികളുടെ പരീക്ഷ. അപ്പൊ നമുക്കൊരു 40-50 ദിവസേ തത്വത്തിൽ ഇനി പഠിക്കാനായിട്ട് ഉള്ളൂ. ആ പഠിക്കേണ്ട മെത്തേഡ് എന്താണ് എന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മള് പഠിക്കുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റുകളും പഠിക്കാനുള്ള രീതിയുണ്ട്. മാത്സ് ആണ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ഫോർമുല ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? നമ്പർ 1, ഇതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. മാത്സ്, ഫിസിക്സ് അതുപോലെയുള്ള സബ്ജക്റ്റുകള് പഠിക്കുമ്പോൾ ഫോർമുല ബുക്ക് തയ്യാറാക്കുക. ഫോർമുല ബുക്ക് നല്ല രീതിയിൽ നിങ്ങളെ ഹൃദ്യസ്ഥമാക്കാനായിട്ട് പരിശ്രമിക്കാം. പല കുട്ടികളും ക്ലാസ്സിലെ ടോപ്പർ ആണെന്ന് പോലും പറഞ്ഞിട്ട് കാര്യമില്ല. പല മക്കളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, എല്ലാ ഫോർമുലയും പഠിക്കാനായിട്ട് അവർക്കൊരു ക്ഷമ ഉണ്ടാവാത്തൊരവസ്ഥ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ക്ഷമ എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കുറച്ചു നേരം പഠിച്ചു, കുറച്ചു നേരം കണക്ക് ചെയ്തു, വഴിമുട്ടി പോയി, ഇനി എന്താ ചെയ്യുക? കുറച്ചു നേരം തല ചൊറിഞ്ഞ് എഴുന്നേറ്റ് പോവാ. വാക്കൗട്ട് ചെയ്യുന്ന മെക്കാനിസം പഠനത്തിൽ കാര്യമില്ല. നമ്മള് കൃത്യമായി ചിട്ടയായി പലവിചാരം കൂടാതെ ഉള്ള സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ? ഇതൊരു വലിയൊരു ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് മെന്റർ അക്കാദമി കരുനാഗപ്പള്ളി നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനം തരാണ്. സമ്മാനം എന്ന് പറയുമ്പോൾ ഇതാണ്. പഠിക്കാനായിട്ട് ചില കുട്ടികൾക്ക് ചില സബ്ജക്റ്റുകളിൽ ഗ്രേ ഏരിയാസ് ഉണ്ടാവും. അത് വിഷമാണ്. പഠിച്ച് മനസ്സിലാവുന്നില്ല, തലയിൽ കയറുന്നില്ല, ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഉണ്ടാവുമ്പോ നമ്മുടെ മനസ്സ്, ഈ ബ്രെയിനില് വേറെ കുറെ അഴുക്കുകൾ കയറിയിരിക്കുന്നുണ്ടാവാം, നമുക്കറിയില്ലല്ലോ. അപ്പൊ ചിലപ്പോ ദേഷ്യം എന്നുള്ള വികാരമാവാം, ചിലപ്പോ പണ്ട് കഴിഞ്ഞ പാസ്റ്റ് ആക്ടിവിറ്റീസ് ആവാം. ഇതൊക്കെ തലേന്റെ ഉള്ളിൽ കുത്തി നിറച്ചു കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് പഠിക്കാൻ വല്ല സ്പേസ് ഉണ്ടോ? അപ്പൊ അത് മാറ്റിക്കളയാനായിട്ട് നമുക്ക് ഒരു മെക്കാനിസം ഉണ്ട്. കുട്ടികൾക്ക് നമ്മള് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗനിർദ്ദേശം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ. കുട്ടികളുടെ മനഃശാസ്ത്രപരമായ NLP അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. നമ്പർ 2, സൈക്കോമെട്രിക് ടെസ്റ്റ് അഥവാ അഭിരുചി പരീക്ഷ. നമ്പർ 3, അവർക്കുള്ള കൗൺസിലിംഗ് സെഷൻ. ആ ഒരു ട്രിപ്പിൾ ബൊണാൻസ ഓഫറാണ് മെന്റർ അക്കാദമി കരുനാഗപ്പള്ളി നിങ്ങൾക്ക് മുൻപിൽ ക്രിസ്മസ് അതുപോലെ ന്യൂ ഇയർ സമ്മാനമായിട്ട് തരുന്നത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി ഒരു പ്രയർ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക,
അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് മെന്റർ അക്കാദമി കരുനാഗപ്പള്ളി നിങ്ങൾക്ക് ഓഫറായിട്ട് തരാൻ. അപ്പൊ അതുകൊണ്ടുള്ള മെച്ചം ബെനിഫിറ്റ് എന്താണ്? നമ്മളുടെ മൈൻഡ് വളരെയധികം റിലാക്സ്ഡ് ആവും. നമ്പർ 2, സ്ട്രെസ് ഫ്രീ ആയിട്ട് പരീക്ഷയ്ക്ക് നമ്മൾ പോയി പരീക്ഷ എഴുതുമ്പോ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ മാർക്ക് ഒരു കൊട്ട വട്ടയ്ക്ക് കൂരി കൊണ്ടുവരാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അത് അനുഭവിച്ച ആൾക്കാർക്ക് ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദം മനസ്സിലാവാം. നമ്മൾ ഇന്ന് വരെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് പറയുന്ന വ്യക്തികള് പിന്നീട് ഒരു നല്ലൊരു കൗൺസിലിംഗ് സെഷൻ കഴിയുമ്പോ പഠിക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റി. അപ്പൊ അതെന്താ, മാജിക് ആണോ? അല്ല, അത് മൈൻഡാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സയൻസില് ഒരാളിനെ ലാബോറട്ടറിയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്തു, പൂർണ്ണമായിട്ട് എന്നെ ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അജൽ 40 വയസ്സ്, ടെസ്റ്റിംഗ് നടത്തി, ശരീരത്തിലെ ഒറ്റ പ്രശ്നമില്ല എന്ന് ഡോക്ടർമാര് എഴുതി. അടുത്ത സെക്കൻഡില് എന്റെ മൊബൈലില് എനിക്കൊരു കോള് വരാണ്, എന്റെ അമ്മ മരിച്ചുപോയി എന്നുള്ളൊരു കോള് വരാണ്. കഴിഞ്ഞില്ല, ദൈവം എടുക്കണു. ചിലപ്പോ അടുത്ത സെക്കൻഡിൽ എനിക്ക് അറ്റാക്ക് വന്ന് മരിക്കാം, അല്ലെ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം തന്നെ മാനസികമായിട്ട് നമ്മള് അത് മാനസികമായിട്ടുള്ള ഒരു മെക്കാനിസം മനുഷ്യന്റെ ബോഡിയിലുണ്ട്. ആ മാനസികമായിട്ടുള്ള ആ മെക്കാനിസം വെച്ചിട്ടാണ് നിങ്ങളുടെ അകാരണമായിട്ടുള്ള ഭയം, പേടി, ആകുലത, വ്യാകുലത എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് നിങ്ങളെ നമ്പർ 1 ആക്കി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മാജിക് ആണത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് ഇത്തരത്തിലുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. വെക്കേഷൻ ഒക്കെ അല്ലേ, സമയം ഉണ്ടാവും നിങ്ങൾക്ക്. അല്ലെങ്കിലും നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. കുറെ കുട്ടികളുണ്ട് അല്ലെ, അവർക്ക് എല്ലാവർക്കും ചെയ്യുമ്പോ നിങ്ങൾക്കും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതില് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പേര് പറയാ, ഏത് സ്കൂളിലാന്ന് പറയാ, എനിക്ക് ഒരു ഡേറ്റ് വേണം എന്ന് പറയാ. അപ്പൊ നിങ്ങൾക്കൊരു ഡേറ്റ് അവര് പിന്നീട് പറയുന്നതാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ ആ ദിവസം കൃത്യമായിട്ട് വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാണ്. 8075904122. ഒരു പ്രാവശ്യം കൂടി നമ്പർ പറയാൻ പോവാണ്. 8075904122. അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷാ പേടി പമ്പ കടക്കും. അപ്പൊ പിന്നെ എന്തിനു വേറെ വൈകണം? ഒരു ബോർഡ് എക്സാം നിങ്ങൾ ഫേസ് ചെയ്യാണ്. എക്സാം എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള 2 കാര്യങ്ങളാണ്, ടിപ്സും ട്രിക്സും രണ്ടും ഒരേ കുടക്കീഴിൽ മെന്റർ അക്കാദമി കരുനാഗപ്പള്ളിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. അപ്പോ മറക്കണ്ട, വിളിച്ചാൽ മതി. നിങ്ങളുടെ വിരൽ തുമ്പത്ത് നമ്മളുണ്ട്. ഓക്കെ, ദെൻ ഓൾ ദ വെരി ബെസ്റ്റ്.